ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അലീനി ഇപ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ സാർ എൻ്റെ അച്ഛനും മാഡം എൻ്റെ അമ്മയുമാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയുമ്പോൾ വൈജയന്തി അതിനെ എതിർക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് യഥാർത്ഥ സത്യം എന്നും ഇങ്ങനെ അലീന മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് വൈജയന്തിയോട്. സത്യം അതാണെങ്കിലും വൈജയന്തിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ വൈജയന്തി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ഇത് കേട്ട അലീന പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ആ പദവി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇത് കേട്ടോടനെ വൈജയന്തി ഇപ്പോൾ ദേഷ്യപ്പെട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ എല്ലാം എടുത്തു വെച്ചു, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇപ്പോൾ വൈജയന്തി പുറത്തേക്ക് പോവുകയാണ്. പോയി കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. മുത്തശ്ശി ഇപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, എനിക്കിവിടുന്ന് പോകേണ്ടി വന്നത് നീ തിരിച്ചു വന്നത് കൊണ്ടാണ്, എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ വിഷമമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇതൊന്നും ഒരുപാട് ദിവസത്തേക്ക് കാണില്ല മുത്തശ്ശി, ഞാൻ ഇവിടെ ഇല്ലേ, മുത്തശ്ശി ഇവിടേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, തിരിച്ചു വരുമോ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങോട്ട് പോകുന്നതിനും ഭേദം ഞാൻ മരിക്കുന്നതാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ വിഷമിക്കുന്നുണ്ട്. ഉടനെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കേണ്ട, ഞാൻ അച്ഛനെയും കൂട്ടി മുത്തശ്ശിയെ കാണാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അച്ഛനോ എന്ന്. ഉടനെ അലീന പറയുന്നുണ്ട്, അതെ, ആ വിളി ഞാൻ വെറുതെ വിളിക്കുന്നതല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ അലീനയെ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് വൈജയന്തി. എന്നിട്ട് വണ്ടിയൊക്കെ തിരിച്ചിട്ടിട്ട് മുത്തശ്ശിയെ കൊണ്ടുപോകാനായിട്ട് വരുന്നു. ഈ സമയം അലീന ഇപ്പോൾ മുത്തശ്ശിയെ വീൽ ചെയറിൽ വാതിലിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ വൈജയന്തി തന്നെ വന്ന് മുത്തശ്ശിയെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണ്. അലീനയോട് തൊട്ടുപോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ പിടിക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീയും കൂടി ഒന്ന് പിടിക്കടി, അന്നും ഇവളത് അഹങ്കാരം കാണിച്ചിട്ട് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് എനിക്കാണ്, അതുകൊണ്ട് പിടിക്കേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴും വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ മുത്തശ്ശിയെ പിടിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞത് നീ കേട്ടില്ലേ, പിടിക്കടി അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2-3 തവണ ദേഷ്യപ്പെട്ട് മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അലീന പിടിക്കുന്നുണ്ട് മുത്തശ്ശിയെ. അങ്ങനെ 2 പേരും കൂടെ, വൈജയന്തിയും അലീനയും കൂടെ മുത്തശ്ശിയെ പിടിച്ച് കാറിൽ കൊണ്ടിരുത്തുന്നു. അങ്ങനെ വൈജയന്തി ഇപ്പോൾ മുത്തശ്ശിയുടെ ബാഗൊക്കെ എടുക്കാൻ അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, ഇനി ഞാൻ തിരിച്ചു വരുമോ, നിന്നെ കാണുമോ എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് പോയിട്ട് വരാം എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. അങ്ങനെ വൈജയന്തി ഇപ്പോൾ കാറിൽ വന്ന് കയറി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന്. ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ശിക്ഷിക്കാനോ, മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അല്ല, കമലയുടെ അടുത്തേക്കാണല്ലോ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് മുത്തശ്ശി പറയുന്നു. ഇതിന് മറുപടിയായിട്ട് ഒന്നും തന്നെ വൈജയന്തി പറയുന്നില്ല. വൈജയന്തി ആകെ ദേഷ്യത്തിലാണ്. അങ്ങനെ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയം ഇപ്പോൾ പുറത്തേക്ക് ബബിതയും കൃഷ്ണമോളും ഒക്കെ എത്തിയിട്ടുണ്ട്. ബബിതയ്ക്ക് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അലീന ഇപ്പോൾ വന്ന് വീൽ ചെയറൊക്കെ ആയിട്ട് അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണമോളും ഇപ്പോൾ കൂടെ പോകുന്നുണ്ട്. ശേഷം ഇപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നു. അച്ഛ അച്ഛ എന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇപ്പോൾ കയറി വരാൻ പറയുകയാണ് ബാലചന്ദ്രൻ. ഇതിനകത്തിരുന്ന ഒരു കാര്യങ്ങളും അറിയില്ല അല്ലേ, താഴെ നടക്കുന്ന സംഭവങ്ങൾ വല്ലതും അറിഞ്ഞോ? അതങ്ങനെ, എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന ബാലേന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ താഴെ എന്താ സംഭവിച്ചത്, വല്ല ബോംബും വീണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ചെറിയൊരു ബോംബ് വീണിട്ടുണ്ട്, അമ്മയുടെ മുത്തശ്ശിയും കൊണ്ട് പോയി എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണെന്ന്. ഉടനെ അലീന പറയുന്നുണ്ട്, തറവാട്ടിലേക്കാണെന്നാണ് തോന്നുന്നത്, ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് മുത്തശ്ശി അവിടെ കൊണ്ടാക്കും എന്നാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ, അങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. മേഡം എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്യുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചെയ്തോട്ടെ, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മേഡത്തിന് ടാർഗറ്റ് ഞാനാ, അതാ എനിക്ക് പേടി എന്ന് അലീന പറയുന്നുണ്ട്. നീയാണല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം, അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യട്ടെ, ഏത് സൈഡിൽ നിന്ന് ആക്രമിക്കണം, എപ്പോൾ ആക്രമിക്കണം, എന്ത് ആയുധം വെച്ച് ആക്രമിക്കണം എന്നൊക്കെ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതുമായിട്ട് വന്നോട്ടെ, നമ്മളിങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി. വരുമ്പോൾ അവരൊരേ ഒരു കാര്യമേ ചോദിക്കൂ, പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമോ എന്ന്. അന്നേരം തന്നെ നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞേക്കണം, ഇല്ല എന്ന്, അത്രയേ ഉള്ളൂ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അലീന. ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നേ, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലേ, കാര്യങ്ങൾ നിയന്ത്രിക്കാനും ചോദിക്കാനും ഒക്കെ, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അലീന ഇങ്ങനെ വളരെ ടെൻഷനോടെ ഇപ്പോൾ താഴേക്ക് പോവുകയാണ്.
ശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ശേഷം വൈജയന്തി മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം കമലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ വന്നപ്പോൾ കമല ഇങ്ങനെ വാതുക്കെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട് വീൽ ചെയർ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ കമല പോയി വീൽ ചെയർ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നു. ശേഷം മുത്തശ്ശിയെ വന്ന് പിടിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ പിടിച്ച് വീൽ ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. ഇതുവരെ നടക്കാറായില്ലേ? അലീന കൊച്ചമ്മ നോക്കിയിട്ട് ഇത്രേ ആയുള്ളൂ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇനിയിപ്പോൾ പയ്യെ നടന്നു തുടങ്ങാം, ഏതായാലും അമ്മ കാലൊന്ന് ഉറപ്പിച്ച് ചവിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇങ്ങനെ നടക്കാൻ പേടിയാണ്. എന്നിട്ടും വൈജയന്തി പറയുന്നുണ്ട് അമ്മ കാലുറപ്പിച്ച് ചവിട്ട്. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേദന അടിയെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരുവിധം പിടിച്ചു കൊണ്ടുവന്ന് മുത്തശ്ശിയെ വീൽ ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. ഇത് കണ്ടുടനെ കമല പറയുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും, എന്നും കാലിൽ കുഴമ്പിട്ട് തടവണം. അതുപോലെ ഒരു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ 1 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കും, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീൽ ചെയറും കൊണ്ട് അകത്തേക്ക് വരികയാണ്. അങ്ങനെ വൈജയന്തി മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് കമല ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മയെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അമ്മ ഇനി ഇവിടെയാണ് താമസിക്കുന്നതെന്ന് വൈജ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത്? ഇവിടെയാണോ? അവിടെ അലീന അമ്മയെ നോക്കുന്നില്ലായിരുന്നോ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അതിനി വേണ്ട, ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്, അതിന് മുന്നോടിയായിട്ടാണ് ഞാൻ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നു. ഉടനെ കമല ചോദിക്കുന്നുണ്ട് കടുത്ത തീരുമാനങ്ങളോ? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ല, അലീനെ അവിടുന്ന് ഇറക്കി വിട്ടില്ല എങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും, ഞാൻ അവിടെ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുമ്പോൾ കമല ചോദിക്കുന്നു എങ്ങോട്ട് ഇറങ്ങിപ്പോരും എന്ന് ചോദിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പോരും എന്ന് വൈജയന്തി പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ മക്കൾ എന്ത് ചെയ്യുമെന്ന്. ഉടനെ വൈജയന്തി പറയുകയാണ് ഞാൻ എൻ്റെ കൂടെ എൻ്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഉടനെ കമല ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നോ? ഉടനെ വൈജയന്തി പറയുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്? ഇതെൻ്റെ തറവാടല്ലേ, ഭാഗം വെപ്പൊന്നും കഴിഞ്ഞില്ലല്ലോ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് വൈജയന്തി പിന്നെയും പറയുന്നുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഈ പ്രശ്നത്തിന് എൻ്റെ ആങ്ങളമാരും എല്ലാവരും കൂടി ഒരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിന്നോളാം എന്ന് പറയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എടി നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഭാര്യമാർ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകും, അത് എളുപ്പമുള്ള കാര്യമൊക്കെയാണ്, പക്ഷേ തിരിച്ചു കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആങ്ങളമാരും ആൾക്കാരും ഒക്കെ ഇല്ലേ, അങ്ങനെ അവർ സംസാരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു കയറണോ എന്ന് ഞാൻ ചിന്തിക്കാം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്നു. അങ്ങനെ വൈജയന്തി ഇപ്പോൾ മുത്തശ്ശിയുടെ ബാഗൊക്കെ എടുക്കാനായി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കമലയോട് പറയുന്നുണ്ട് ആ ബെഡിൽ ഒരു ഷീറ്റ് വിരിച്ചേക്കണേ എന്ന്. ഉടനെ കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആര് നോക്കാനാണെന്ന്. ഇത് കേട്ടുടനെ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അമ്മയെ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല, അവളെ അവിടെ നിന്ന് ഇറക്കി വിടട്ടെ, അത് കഴിഞ്ഞ് ഞാൻ അമ്മയെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. വൈജയന്തി അങ്ങനെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ കമല മുത്തശ്ശിയോട് പറയുകയാണ് അങ്ങനെ ദേ വീണ്ടും എൻ്റെ മുന്നിൽ തന്നെ വന്നു അല്ലേ. ഇത് കേട്ടിട്ടുടനെ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ ഗതികേട് അല്ലാതെ എന്ത് ചെയ്യാനാ. ഉടനെ കമല പറയുന്നുണ്ട് അതെ മോളുടെ കയ്യിലിരിപ്പും അത്ര ശരിയൊന്നുമല്ല, ഒരുപാട് കാലമൊന്നും നിങ്ങളെ ഞാനിവിടെ വാഴിക്കില്ല എന്നൊക്കെ കമല ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്ന രോഹിത്തിനെയാണ്. വൈകുന്നേരമായിട്ടും വൈജയന്തി തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെ രോഹിത്ത് വൈജയന്തിയെ വിളിക്കുകയാണ്. അമ്മ എവിടെയാ, ഇങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എടാ ഞാൻ ഇവിടെ കൊല്ലപ്പള്ളിയിലുണ്ട്, മുത്തശ്ശിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു, അമ്മയെ കൊണ്ട് എറിഞ്ഞിട്ട് ഞാൻ പോയെന്ന് അമ്മയ്ക്ക് തോന്നരുതല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അമ്മയുടെ കൂടെ നിന്നതാണ്, ഞാൻ നാളെ അങ്ങോട്ട് വരാം എന്ന് പറയുന്നു. ഉടനെ രോഹിത് ചോദിക്കുന്നുണ്ടോ അപ്പോൾ അമ്മ ഇന്നിനി പ്രതീക്ഷിക്കണ്ടല്ലേ, ഞാനപ്പോൾ ഗേറ്റ് അടച്ചേക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഗേറ്റ് അടച്ചേര്, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു, ഞാൻ പുറത്ത് പോയി കഴിച്ചു, അവളുണ്ടാക്കുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട എന്നൊക്കെ രോഹിത് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇതാണടാ ആണത്തം എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ബബിതയും കൃഷ്ണമോളും അവർ രണ്ടുപേരും അവൾ ഉണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അവർ പെൺപിള്ളേരല്ലേ, അവർക്ക് പുറത്ത് പോയി കഴിക്കാനൊക്കെ പറ്റുമോ, അത് നീ കാര്യമാക്കണ്ട എന്നൊക്കെ വൈജയന്തി പറയുന്നു. എങ്കിൽ ശരി അമ്മേ, ഞാൻ ഗേറ്റ് പൊട്ടിയിട്ട് കിടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഇപ്പോൾ ഗേറ്റ് പൊട്ടാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ശേഷം ഇപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തിരിക്കുകയാണ്. വൈജയന്തി തിരിച്ചു വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ബബിത ഇങ്ങനെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇന്നലെ അവിടെ നിന്നത് എന്തിനാ,
എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, കൃഷ്ണമോളല്ല സോറി ബബിത പറയുന്നുണ്ട്, ഇവിടെ ഒരു സംഭവം നടന്നു, അമ്മയ്ക്ക് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വൈജയന്തി ചോദിക്കുന്നു, എന്താ എന്ന് ചോദിക്കുന്നു. അതെ, ആ അലീനയില്ലേ, അച്ഛനെ അച്ഛ എന്ന് അവൾ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വൈജയന്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛാന്നോ പോടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, അല്ലമ്മേ സത്യമായിട്ടും ഞാൻ ശരിക്കും കേട്ടതല്ലേ, അവൾ അച്ഛ എന്ന് വിളിക്കുന്നത്, അവളിപ്പോൾ വിളിയൊക്കെ മാറ്റി എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അയ്യേ നാണക്കേട്, ബാലേന്ദ്രൻ ഇത് എന്തിൻ്റെ കേടാ, വല്ല നാട്ടുകാരൻ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, അവൾ ബാലേന്ദ്രൻ്റെ രഹസ്യ ബന്ധത്തിലുള്ള മകളാണെന്ന് വരെ ആൾക്കാർ കരുതില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബബിതയെ പറയുന്നുണ്ട്, അവളെ കൊണ്ട് അമ്മ അങ്ങനെ വിളിപ്പിക്കരുത്, അമ്മ അവളോട് സ്ട്രിക്റ്റായിട്ട് പറയണം, ഇത് നടക്കുകയില്ല, അങ്ങനെ വിളിക്കരുതെന്ന് തന്നെ പറയണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇതൊക്കെ വെറും അഭ്യാസമാണെന്ന് എനിക്കറിയാം, കാരണം അച്ഛ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പിന്നെ സംശയിക്കത്തില്ലല്ലോ, ഇതൊക്കെ വെറുമൊരു മറയാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വൈജയന്തി അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഈ സമയം അലീന മുകളിലത്തെ റൂമിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തി ഇച്ചിരി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എപ്പോഴും മുകളിൽ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു, അല്ല താഴെയാണ് എന്നിങ്ങനെ പറയുന്നു. മുത്തശ്ശിയെ കൊണ്ട് വിട്ടോ മേഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നു, അതേടി ഞാൻ കൊണ്ടുവിട്ടു, നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവിട്ടത് എന്ന് പറയുന്നു. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്നുള്ള ദേഷ്യത്തിന് വെറുതെ മുത്തശ്ശിയെ ബലിയാടാക്കണ്ടായിരുന്നു. ഉടനെ അത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അമ്മയെ ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവിട്ടതൊന്നുമല്ല, നീ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ അമ്മയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ഉടനെ പറയുന്നുണ്ട്, അതാ പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ മുത്തശ്ശി അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കണ്ടേ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുകയാണ്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അമ്മ അവിടെ നിൽക്കേണ്ടി വരില്ല, നിന്നെ ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടണമെന്ന് എനിക്ക് നന്നായി അറിയാം, അതിനുള്ളത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ ഇപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്, ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ഞാൻ എന്ത് വിട്ടുവീഴ്ചയാടി ചെയ്യേണ്ടത് എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എല്ലാവരും ഒന്ന് സ്നേഹിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ആരെയാ, നിന്നെയാണോ ഞാൻ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. ഉടനെ അലീന പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കേണ്ട, എനിക്കത് ശീലമായി തുടങ്ങി, പക്ഷേ അച്ഛനെ സ്നേഹിക്കാമല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അച്ഛനോ, ആരുടെ അച്ഛനാടി, നീ ആരെ അച്ഛ എന്ന് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് വൈജയന്തി. അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.